ഒറ്റയ്ക്കല്ലേ ഇരുന്നു. അമ്മ ഞാൻ തയ്യലൊടിച്ച്. ആ മിഷൻ നശിപ്പിച്ചോട്ടെ നീ. മിഷൻ അല്ല, കൈ തുന്നല. എണ്ണ തേക്കാൻ പാടില്ലായിരുന്നു അടി വെച്ച്. എണ്ണ തേച്ച് ഒരുമാതിരി കുളിച്ച പോലെ കിടക്കൂലേ, ഇഷ്ടം. പൊടി വളരില്ല. മമ്മി ഞാൻ ചെയ്യാം, എനിക്ക് വേണം. ഞാൻ പതുക്കെ ചെയ്യും. മാമി കല്യാണം കഴിച്ച എത്ര വയസ്സിലാ? എന്തിനാ അടി വെച്ച് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ കാലത്ത് തന്നെ നീ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മാമി കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോ എന്റെ അമ്മ ഇങ്ങനെയല്ല പറയണത്. ഇത്ര മോശമാണോ അതൊക്കെ? മോശമായിട്ടല്ലടി, അത് ഒരേ പൊട്ടം പ്രായത്തിൽ രണ്ടുപേരും കൂടി വർത്താനം. ഒന്നുമില്ലടി. നീ വിളി ചോദിക്കുകയാണേ മാമി എത്രാം വയസ്സിലാ കല്യാണം കഴിച്ചെന്ന്. ഇവക്ക് അല്ലെങ്കിൽ ഇച്ചിരി വലിയ വർത്താനം കൂടണ്ട. ഒരു ദിവസം ഞാനൊരു പിടി പിടിക്കും. അതൊക്കെ നമുക്ക് സമയമാകുമ്പോൾ ചോദിച്ചാൽ മതി. ഇപ്പോഴേ നീ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണമെന്ന്. കൊള്ളാം. ക്ലീറ്റ പറയണതനുസരിച്ചാണ് നീ പഠിച്ചു വലുതാകാൻ പോണത്. അങ്ങനെ നീ ജോറാവും. വേസ്റ്റ് ആകും നീ, വേസ്റ്റ് കേട്ടോ. എവിടെ പോയി കാണാനില്ലല്ലോ? ആര് ക്ലീറ്റോയാ? ചായ എടുക്കാൻ പറഞ്ഞു കിടന്നു. കൊറേ നേരമായി ഫോണില് കുത്തിക്കളിയാണ്, കുത്തിക്കളി. ഇതിന് എന്ത് രാവിലെ ആ ഫോൺ എടുത്ത് ഇങ്ങനെ കൂടെ ഒട്ടിച്ചു വെക്കും? ഈ മൊബൈൽ കമ്പനിക്കാരെ പറഞ്ഞാൽ മതി, ഇപ്പൊ 300 രൂപയ്ക്ക് ഏതാണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ എന്തോ സാധനം കിട്ടൂന്ന്. അതോടുകൂടി തുടങ്ങിയതാ. 50 രൂപയ്ക്ക് ചാർജ് ചെയ്തപ്പോ അതങ്ങ് തീർന്നേനെ. ക്ലീറ്റാ ചായ തണുത്തോണ്ട് ഇനി ചൂടാക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ. വരണ്ട അങ്ങോട്ട്. വിളിക്കല്ല, ഞാൻ പറയണത് നിങ്ങൾ അങ്ങോട്ട് കേൾക്കുക. അത് അങ്ങനെ അവനങ്ങനെ അങ്ങ് അനുവദിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. വെച്ചാലോ ഞാൻ വിളിക്കാം. എന്താണ് ക്ലീറ്റ കൊറേ നേരമായില്ല? നീ വല്ല വയറുവേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാ? കൊറേ നേരമായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തുള്ളല്. എന്താണ് കാരണമല്ല, ഒരു സ്വസ്ഥതയില്ലാത്ത, മനസ്സിന് ഒരു സമാധാനം ഇല്ലാത്തൊരു മേഖല തന്നെ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലിപ്പോ എന്താണ്? എടീ, ഒരു പൊതുപ്രവർത്തകന്റെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷം നിറഞ്ഞ ഒരു ആഴക്കടൽ പോലെയാ. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താണ് ആഴക്കടലിന് ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്താ കാര്യം? എന്താ? അവൻ തന്നെ, അവൻ ആ കമ്പിളിക്കുട്ടായി കഴിഞ്ഞില്ല. ഇത് അവര് പോയില്ലേ ക്ലീറ്റ് ഇപ്പോഴും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്നെ കൊണ്ടേ പോവുള്ളൂ, എനിക്കറിയാത്. എന്ത് ചെയ്തെന്ന് നീ പറയണേ? അതെ, നീ അമ്പിളിക്കുട്ടന്റെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പേര് അവസാനം അവനെ പോകുള്ളൂ. നിനക്ക് ഞാനേ അവന്റെ മുമ്പേ കയറാനുള്ള ശ്രമത്തിലാ. എനിക്കറിയാം അത് കയറാൻ. കല്ലേ തട്ടി വീഴും. പോടി ഒന്നിരിക്കുന്നു. എടീ, ഇപ്പം മഴക്കെടുതിയിൽ ഞാനും എൻ്റെ അണികളും ചേർന്ന് വളരെ ജീവൻ പണയം വെച്ചിട്ടാണ് ഒരുപാട് പേരെ സഹായിച്ചത്. മാത്രമല്ല അവർക്കെല്ലാം നല്ല സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് പല മുതലാളിമാരും ഞങ്ങൾ ഇടപെട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോയി പാവം വന്നാൽ ഞാൻ സഹിക്കുമോ? സഹിക്കുന്നില്ല ഞാൻ. എങ്ങനെ യൂസഫ് അലി സാഹിബ് 1 കോടി രൂപ തന്നത് എങ്ങനെ? ഏത് നമ്മുടെ സംഗീത സംവിധായകൻ യൂസഫ് അലിയാ? നിന്റെ തന്ത പാലായിലുള്ള പോടി അവിടെ നിന്ന്. എടീ, ലുലു ഗ്രൂപ്പിന്റെ മുതലാളി യൂസഫ് അലി സാഹിബ് 1 കോടി രൂപയാണ് തന്നേക്കണേ. പിന്നെ കല്യാൺ ഗ്രൂപ്പ് 50 ലക്ഷം രൂപ. ഇതെല്ലാം പോട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് 4 ലക്ഷം രൂപ വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആര് വിചാരിച്ചിട്ടാ? ഞാനും എന്റെ പാർട്ടി അണികളും പ്രവർത്തിച്ചോണ്ടാ, അല്ലാതെ ചുമ്മാതെയൊന്നും അല്ല. സത്യം. അയ്യോ, ഇല്ലേ, ഇവക്ക് അങ്ങനെയൊക്കെയല്ലേ തോന്നുന്നു. അതൊക്കെ എന്നെ വേണ്ട, എനിക്ക് വേണ്ടത്. അങ്ങനെ അവനങ്ങ് ഞാൻ വളരെ അനുവദിക്കൂല. അടികൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും. Alien versus Alien.